ഇന്ന് പനീർ പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പനീർ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അത് പുലാവാക്കി എങ്ങനെ എടുക്കണം നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല. ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. കാപ്പി ഉണ്ടാക്കി അകത്ത് പോയപ്പോൾ ഞാൻ വെച്ചു ചോറ് വേവിക്കാൻ വെക്കാമെന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ആകുമ്പോൾ എനിക്ക് പുറത്ത് പോകണം. അതിന് മുമ്പ് എൻ്റെ പനീർ പുലാവ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഓൾറെഡി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചോറ് കഴിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചോറ് കണ്ടോ, വാവ്. ഇത് കഴിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഐഡിയ വെച്ചത് ഈ സംഭവം ഉണ്ടാക്കാം. ഇത് കഴുകി നമുക്ക് നമ്മുടെ ഈ പാത്രത്തിലേക്ക് നമുക്കിടാം. ഓക്കെ, പനീർ. എൻ്റെ ഇത് ആക്ച്വലി പനീർ ബുർജി ഉണ്ടാക്കിയതായിരുന്നു ഏത്. അപ്പോൾ ഞാൻ ഈ ഇതെടുത്ത് തന്നെ ഞാൻ ചോറിനകത്ത് പാനിൽ രണ്ടും കൂടി ആഡ് ചെയ്യും. അപ്പോൾ പനീർ പുലാവാവും. ഏത് എനിക്ക് ചോറിങ്ങനെ കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരുമാതിരി ഭയങ്കര എനിക്കെന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ കഴുകാൻ തോന്നുന്നത്. സംഭവം ഇതാക്കി നമ്മൾ ഓണാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുളിച്ചു. അത് കഴിഞ്ഞ് ഓൾസോ എൻ്റെ റൈസ് റെഡിയായി. കണ്ടോ, വാവ്, റൈസ് റെഡിയായി. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം മാത്രമേ ഉള്ളൂ. ചെറിയ പാൻ എടുക്കുക. പാൻ ചൂടാക്കാൻ വെച്ചു. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാം. ഒരു ദിവസം കാണിക്കാം. പക്ഷെ അതല്ലാതെ ഞാൻ പറയാം. പനീർ എടുക്കുക. പനീർ എടുക്കുക, ഇങ്ങനെ പൊടിക്കുക. അത് കഴിഞ്ഞ് സവാള, തക്കാളി ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. ഒന്ന് വഴച്ചെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിടുക. ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മതി. അത് കഴിഞ്ഞിട്ട് സോട്ട് ചെയ്തിട്ട് ഈ പനീരിടുക. എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ ബട്ടർ മസാല പൗഡർ അല്ലെങ്കിൽ പനീർ മസാല പൗഡർ എന്തെങ്കിലും, ആ പൗഡർ ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. കാര്യം സെറ്റായി. നമുക്കിത് പാനിലേക്ക് നമുക്കിപ്പോൾ തൽക്കാലം ആഡ് ചെയ്യാം. ഞാൻ എന്തോ ചെയ്യുന്നേ. വാവ്, എൻ്റെ പനീർ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ചു കൊടുക്കാം. നമ്മുടെ പുലാവ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രോട്ടീനിന് വേണ്ടി ഞാൻ കുറച്ച് മുട്ട ഇട്ടു. നമുക്കിത് എഗ് സ്ക്രാമ്പിൾ ആക്കാം. സമാധാനമായല്ലോ നിങ്ങൾക്ക്. നമ്മുടെ ഫുഡ് എൻ്റെ ഫുഡ് ഫേവറേറ്റ് മീനച്ചാർ ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഫ്രം സിമ്പിൾ സ്പൂൺസ്. ടെസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാം കൂടെ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കാം. എല്ലാം കൊടുത്ത് സൂപ്പർ. അപ്പോൾ ബേസിക്കലി പട്ടിണി അടക്കുമ്പോൾ ആരും ജീവിക്കാൻ പഠിക്കും. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഞാനത് പോയി കഴിച്ചിട്ട് എൻ്റെ ബാക്കി ജീവിതത്തിലേക്ക് പോട്ടെ. താങ്ക് യു.